നമസ്കാരം, ഞാൻ ഷാജു ചാമ്പളികുന്നത്ത്, തുഷാര ഷാജു. പഴംപൊരി സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ വളരെ രുചികരമായ രീതിയിൽ ഒരു പഴംപൊരി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ ചേരുവകളിലേക്ക് നമുക്ക് പോകാം. ഈ പഴംപൊരിയിൽ 2 പഴമാണ് എടുക്കുന്നത്. അതിനുശേഷം 1 കപ്പ് മൈദ, 2 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, 2 ഏലക്കായ്, 1 നുള്ള് ഉപ്പ്, 2 സ്പൂൺ തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള അതിന്റെ പാലാണ്, ആവശ്യത്തിന് വെള്ളവും. ഇനി ഏലക്കായ ഈ പഞ്ചസാര കൂട്ടി ഒന്ന് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യമായി നമ്മുടെ മൈദയിലേക്ക് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 2 സ്പൂൺ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള പൊടി നമ്മൾ അതിലേക്ക് ചേർക്കുക. ആകെ ഒന്ന് ഇളക്കിയതിന് ശേഷം നാളികേരപ്പാല് കുറേശ്ശെയായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. നമ്മൾ മറ്റു തരത്തിലുള്ള കളറുകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പഴംപൊരിക്ക് വേണ്ട മാവ് ഏകദേശം ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് മാവിലേക്ക് ഇട്ടതിന് ശേഷം എണ്ണയിലേക്ക് എടുത്ത് ഇടാവുന്നതാണ്. പഴംപൊരി ഏകദേശം പാകമായിട്ടുണ്ട്, നമുക്കതിൽ നിന്നും എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള പഴം കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. വളരെ രുചികരമായിട്ടുള്ള പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളും പരീക്ഷിച്ച് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.